നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കാൻ നിങ്ങൾ ഒരു തവണ ഒന്ന് എഴുതി നോക്കൂ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ചിലവർക്ക് കുറച്ച് കാശിനായിരിക്കും അത്യാവശ്യം ആഗ്രഹമൊക്കെ അല്ലേ, അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ജോലി കിട്ടാനായിരിക്കും, ചിലവർക്ക് കടം വീട്ടാനായിരിക്കും. എന്താഗ്രഹമാണെങ്കിൽ നമ്മൾ മനസ്സിൽ ആദ്യം പറയണം, എൻ്റെ വിചാരിച്ച ആഗ്രഹം നടന്നല്ലോ ഭഗവാനെ എന്ന് ആദ്യം പറയണം. എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ ഒരു ബേ ലീഫ് എടുക്കുക. ഇത് സുഗന്ധമുള്ളതാണ്, അത് ഭഗവതിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെ ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ് സുഗന്ധം. നിങ്ങളിത് വെറുതെ പഴ്സിൽ വെച്ചാലും നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിൽ പച്ച കളറുള്ളൊരു മഷി കൊണ്ട് എഴുതി വെച്ചാലോ, നിങ്ങളുടെ ആഗ്രഹം ഇതിൽ പച്ച കളറുള്ളൊരു മഷി കൊണ്ട് എഴുതി വെക്കുക. ഇല കീറാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, വല്ലാതെ അമർത്തി എഴുതേണ്ട, ഒരേ ഒരു പ്രാവശ്യം എഴുതാവൂ, രണ്ടാമത് അതിൽ അമർത്തി എഴുതരുത്. നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് മനസ്സിൽ വിചാരിച്ച് ആഗ്രഹം ഇതിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളെ പേഴ്സിൽ കൊണ്ട് നടക്കുന്ന പേഴ്സിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ബാഗിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മളെ പണപ്പെട്ടിയിൽ വെക്കുക, നിങ്ങളെ സൗകര്യമുള്ളിടത്ത് വെക്കുക. ഇത് എങ്ങനെയായാലും വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ വെക്കാവുള്ളൂ, മനസ്സിലായാലോ? ഭഗവതിക്ക് നമ്മൾ സുഗന്ധമുള്ള ഇലയിൽ എഴുതുമ്പോൾ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ എഴുതിയിട്ട് വെക്കാവൂ. അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധം വരുത്തിയിട്ട് മാത്രമേ ഇത് എഴുതാവും പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കൂ, എഴുതിയിട്ട് ബാഗിൽ വെച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയണം നിങ്ങളുടെ ആഗ്രഹം നടന്നോ നടന്നില്ലേ എന്നുള്ളത്. ഓക്കെ.